ഒരുപാട് ആക്സിഡൻസ് നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട് ഒരുപാട് വണ്ടികൾ കാണുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര വിഷമമാണ്. അപ്പോൾ എല്ലാവരും ഡ്രൈവ് സേഫ്ലി ഡ്രൈവ് ചെയ്യുക. ഇട്ടേക്കണ കണ്ടില്ലേ ഈ പ്ലാസ്റ്റിക് മാലിന്യം, ഇത് നമുക്ക് ഇതുപോലെയുള്ള ഗവൺമെൻറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ദയവ് ഇത് വെക്കുക. നമസ്കാരം, വണ്ടി മച്ചാനാണ്. അപ്പോൾ ബാക്കിലുള്ള സ്ഥലം നോക്കി, നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലമല്ലേ. അപ്പോൾ ഇത് കേച്ചേരിയിൽ നിന്ന് പഞ്ഞത്തടം പോണ വഴിയിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെ അക്കിക്കാവിലേക്കൊക്കെ പോവില്ലേ, കോഴിക്കോടൊക്കെ പോണ വഴി അവിടെയാണ്. നമ്മൾ ബൈപ്പാസ് റോഡാണ് കേട്ടോ. എളുപ്പ വഴിയാണ് ശരിക്കും ഈ ഒരു പുറകിൽ കാണുന്ന വഴി. നമ്മുടെ കുന്നോളം ടച്ച് ചെയ്യാതെ കോഴിക്കോട് പാതയ്ക്കൊക്കെ നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഈശ്വറിൻ്റെ ഒരു ചെറിയൊരു വണ്ടി ഇറങ്ങിയിട്ടുണ്ട്, സ്കൈലൈൻ പ്രോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വണ്ടി മച്ചാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വണ്ടി മച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി. ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് ചെയ്യാൻ പോണേ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ റോഡിൻ്റെ സൈഡാണ്. അപ്പോൾ കുറച്ച് പ്രകൃതി മനോഹരമായ സ്ഥലം നോക്കി വന്നതാണ്. പക്ഷേ റോഡിൻ്റെ സൈഡാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും, ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ഈശ്വറിൻ്റെ 3009H ഫുള്ളി ബിൽറ്റ്, അതായത് ഫിക്സഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. 32 സീറ്റ് വണ്ടിയാണ് ഈ വണ്ടി വരുന്നത് കേട്ടോ. അത് ഈ ഫുള്ളി AC, അതായത് ഫിക്സഡ് ക്ലാസ് ആണ് ഈ വണ്ടി വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഹോളി ഫെല്ലോ എന്നാണ് കേട്ടോ വണ്ടിയുടെ പേര് വരുന്നത്. മഴ ഒരു പ്രശ്നമാണ്, മഴക്കാലല്ലേ, അതുകൊണ്ട് അതൊരു പ്രശ്നമുണ്ട്. എന്നാലും ഇത്ര നേരം വെയിലുണ്ടായിരുന്നു, വീണ്ടും മഴ വന്നു. ഇതിൻ്റെ ഫ്രണ്ട് ഇതിൽ വരുമ്പോഴേ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈശ്വറിൻ്റെ ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തൊട്ട് താഴെയായിട്ട് നമുക്കിത് വലിയൊരു ഗ്രില്ലിൻ്റെ ഒരു ഭാഗമാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ, വലിയൊരു ഗ്രില്ലിൻ്റെ ഒരു പോർഷൻ. പിന്നെ ഈ സൈഡിൽ നമ്മുടെ സ്ഥിരം ഹണികോം ഗ്രില്ലിൻ്റെ മാതൃകയിലാണ് ഇതിൻ്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് പിടിച്ച് വേണമെങ്കിൽ കയറാനുള്ള ഉദ്ദേശത്തിലായിരിക്കാം, മേ ബി ഇല്ല, അല്ലെങ്കിൽ വേറെ എന്താ ഉദ്ദേശം, ഇത് തുറക്കുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, മേ ബി, അറിയില്ല. എന്തായാലും സൈഡിൽ താഴെ വരുമ്പോൾ എന്താണ് ഗഡി ബേസ് സെറ്റപ്പിന് പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ അങ്ങനെ എഴുതിയേക്കണത്. #കൂടി അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രില്ലിൻ്റെ പോർഷൻ കണ്ട ആ ഒരു കുതിരയുടെ ആ ഒരു സംഭവം കൊടുത്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു സ്മൈലി ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഗ്രില്ല് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ സ്കൈലൈൻ്റെ ഒരുവിധം എല്ലാ ഗ്രില്ലുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ ഒരു മാതൃകയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ചിരിച്ച ഒരു ഫേസാണ് ഇതിന് വന്നിട്ടുള്ളത്. കണ്ടാ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ മുകളിൽ രണ്ട് ആ ഒരു എയറൊക്കെ ഇഷ്ടം പോലെ എഞ്ചിനിലേക്ക് അടിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈനൊക്കെ. താഴെയും ഇതുപോലെ തന്നെ ഡിസൈൻ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ വരികയാണെങ്കിൽ നമ്മുടെ ഹെഡ് ലാമ്പ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തൊട്ട് താഴെ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബമ്പറിൻ്റെ ആ പോർഷനാണ് പോകുന്നത് കേട്ടോ. ഒരു കട്ടിങ്ങോട് കൂടിയ ബമ്പർ ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ പോയി ഇവിടെ അതിങ്ങനെ അവസാനിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് ഫേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. എന്തായാലും വണ്ടി നല്ല രസമായിരിക്കുന്നുണ്ട്. മുകളിൽ വരികയാണെങ്കിൽ നമ്മുടെ വിൻഷീൽഡിൻ്റെ പോർഷനും വൈപ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 മിറേഴ്സ് കാണാം. അതിന് മുകളിൽ ലൈറ്റ് ഉണ്ട്, അത് ഇപ്പോൾ കത്തി നിൽക്കുന്നുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ടിൽ നിന്നുള്ള വണ്ടിയുടെ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോർട്ട് കട്ടാണ് കേച്ചേരിയിൽ നിന്ന് നമ്മുടെ കോഴിക്കോട് പാതയ്ക്കൊക്കെ പോകാനായിട്ട്. പന്നിത്തടം കൂടിയിട്ടാണ് ഈ വഴി പോവുക കേട്ടോ. അപ്പോൾ നല്ലൊരു പാടത്തിൻ്റെ സൈഡിലിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യണം. നല്ല അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇത് ഷോർട്ട് കട്ട് കൂടിയാണ്, കുന്നോളം കയറി പോകണ്ട. നമുക്ക് പെട്ടെന്ന് കോഴിക്കോട് പാതയ്ക്ക് പോകണവർക്കും തൃശ്ശൂർ പാതയ്ക്ക് പോകണവർക്കൊക്കെ എളുപ്പമാണ് ഈ ഒരു വഴി. ഇപ്പോൾ നന്നായി മൊത്തം പണിതു ഈ റോഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട് ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ കേട്ടോ. ഹോളി ഫെല്ലോ സ്ട്രിപ്പ് മേറ്റ്സ് എന്നാണ് കേട്ടോ ഇതിൻ്റെ ഇവരുടെ ഇൻസ്റ്റാഗ്രാമും ഇതിലൊക്കെ വന്നിട്ടുണ്ട്. ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ടിലത്തെ വിശേഷങ്ങളൊക്കെ. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ആ വിൻഷീൽഡിൻ്റെ താഴെയായിട്ട് ഇങ്ങനത്തെ ഒരു ഫിനിഷിങ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇത് ഫൈബർ മെറ്റീരിയലാണ് ഇങ്ങനെ, ആ മെറ്റീരിയൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഇനി നമുക്ക് സൈഡ്
ലുക്ക് നോക്കാം. ആ സൈഡും ഈ സൈഡും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എന്താ വെച്ചാൽ ആ സൈഡ് റോഡ് പോയി, ഈ സൈഡ് പാട് പോയി. ഇവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2 മിറർ കൊടുത്തിട്ടുണ്ട്. ആ മിററിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളിങ്ങനെ പോകണു. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവർക്ക് കയറാനുള്ള ഡോറിൻ്റെ പോർഷനാണ് കാണാൻ സാധിക്കുന്നത്. സൈഡിലൊരു മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയാണ് ഇത് ഓപ്പണാക്കിയ ഇതാണ് അതിൻ്റെ അവസ്ഥ. നമുക്ക് ഉള്ളിലേക്ക് പിന്നീട് വരാം, ജസ്റ്റ് അടയ്ക്കാം. പിന്നെ വീലിൻ്റെ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമുക്കിവിടെ കാണാൻ സാധിക്കും. ചവിട്ടി കയറാനുള്ള ഫുഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ സ്കൈലൈൻ പ്രോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ സൈഡിലൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ സ്റ്റിക്കർ ഇപ്പം നിർബന്ധമാണല്ലോ, റിഫ്ലക്ടർ സ്റ്റിക്കർ ഒട്ടിക്കണമെന്ന്. പിന്നെ ഇതിൻ്റെ ടയർ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ ടയറിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് റേഡിയൽ ടയറാണ് വരുന്നത്. 295/75/6 17.5 സൈസിലുള്ള ടയറാണ് ഇതിൽ വന്നിട്ടുള്ളത്. ചെറിയ ടയറാണ്, ബോഡി അത്യാവശ്യം വലുപ്പമുണ്ടെന്ന ടയർ ചെറിയ ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ വീൽ കപ്പ് അല്ലെങ്കിൽ വീൽ ക്യാപ്പ്, ഇത് ശിശിരയുടെ വീൽ കപ്പാണ് ഇതിൽ കാണുന്നത്, ശിശിര ഗ്രൂപ്പിൻ്റെ. നന്നായിരിക്കുന്നുണ്ട്. പിന്നെ സസ്പെൻഷനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, പാരാബോളിക് സസ്പെൻഷനാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുമോ, പാരാബോളിക് ലീഫ് സ്പ്രിങ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ആർച്ചൊക്കെ ഉണ്ട്, വീൽ ആർച്ച്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് വന്നേക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. സൈഡിൽ വരുമ്പോൾ ഇതുപോലെ ബോഡി ലൈറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. 1, 2, 3 ബോഡി ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത് 100 ലിറ്ററാണ്. പിന്നെ അതുപോലെ തന്നെ ബാറ്ററി വരുന്നത് 24 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ടോർക്ക് 500 Nm ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ബ്രേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡുവൽ സർക്യൂട്ട് എസ്കാം എയർ ബ്രേക്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ആഡ് ബ്ലൂ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 27 ലിറ്ററാണ് ആഡ് ബ്ലൂൻ്റെ കപ്പാസിറ്റി. 100 ലിറ്റർ ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റിയാണ് വരുന്നത്. 160 ഇതിൻ്റെ ഹോഴ്സ് പവർ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏഷ്യറായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഏഷ്യറിൻ്റെ ഫുള്ളി എയർ വണ്ടി ഇപ്പോൾ ഒരെണ്ണം വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യണം എന്തായാലും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മളിങ്ങോട്ട് വന്നു. അവിടെ സ്ഥലപരിമിതി കാരണം നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തിയതാണ്. അപ്പോൾ നമ്മൾ ആ ടയറിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് പോകുന്ന പിന്നെ ഈ സൈഡിൽ ഞാൻ പറഞ്ഞല്ലോ ബോഡി ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഫ്യൂവൽ അടിക്കണ സ്ഥലമാണ് കേട്ടോ. ഇത് ഡെഫിൻ്റെ ടാങ്കാണ്, ആഡ് ബ്ലൂൻ്റെ ടാങ്കാണ്. ഞാൻ പറഞ്ഞല്ലോ ടാങ്കിൻ്റെ കപ്പാസിറ്റി എത്രയാണ്. ഹോളി ഫെല്ലോസ് കൊണ്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഹോളി ഫെല്ലോസ് ട്രിപ്പ് മേറ്റ്സ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര് വരുന്നത്. പിന്നെ ഫിക്സഡ് ഗ്ലാസ് ആണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ കണ്ടില്ലേ ഫിക്സഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതായത് തുറക്കാനൊന്നും പറ്റില്ല, AC ആണ്. അപ്പോൾ ഈ സൈഡിൽ അതിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. 2+2 AC എയർ ബസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് 32 സീറ്റ് ഏഷ്യറിൻ്റെ എയർ ബസ്. ഏതായാലും നന്നായിരിക്കുന്നുണ്ടല്ലേ. പുതിയ മോഡലൊരു ഞാൻ പറഞ്ഞില്ല, ഏഷ്യറിൻ്റെ പുതിയൊരു വണ്ടി കൂടി ഇറങ്ങിയിട്ടുണ്ട് എയർ ബസ് ഇതുപോലെ തന്നെ. നമുക്ക് അതിൻ്റെ വീഡിയോ കൂടിയും ചെയ്യണം എന്തായാലും. ബാക്കിൽ വരികയാണെങ്കിൽ ഏഷ്യറിന് എഴുതിയിട്ടുള്ള അതിൻ്റെ ബാഡ്ജിങ് ഒക്കെ എടുത്ത് കളഞ്ഞേക്കണമല്ലോ. ബാക്കിൽ വരികയാണെങ്കിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ വന്നേക്കണത്. ഇവിടെ വരുമ്പോൾ ഇത് KL 48 രജിസ്ട്രേഷനാണ്. വടക്കാഞ്ചേരി രജിസ്ട്രേഷൻ വരുന്ന രജിസ്ട്രേഷനാണത്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ 3 ടെയിൽ ലാംപ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. 3 ടെയിൽ ലാംപ്സ്. അത് റൗണ്ട് ഫിഗറിലാണ് ഈ ടെയിൽ ലാംപ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ചിലവർ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഫാസ്റ്റാന്ന് പറഞ്ഞാൽ എടുത്തെടുത്ത് ഓരോന്ന് പറയണം കേട്ടോ. ഇവിടെ നമുക്ക് സെൻസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ക്യാമറ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇത് ഡിക്കിയുടെ ഒരു ഏരിയയാണ്, ഡിക്കിയുടെ പോർഷനാണ് ഈ ഭാഗം. അതിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞു പോകുന്നത് എന്താ, ഡിക്കിയുടെ പോർഷനാണ്. ഇവിടെ ഏതൊരു കാറിലേ റിംഗ് ടോൺ വരുന്നത്. ഞാൻ വിചാരിച്ചു എൻ്റെ ഫോണിൻ്റെയാണ്. നോക്കുമ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് അവർ സംസാരിക്കുക. അപ്പോൾ അതാണ് അവിടെ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ റോഡ് സൈഡിലിട്ട് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയാണ്. പക്ഷെ നമുക്ക് ചെയ്തല്ലേ പറ്റും. അപ്പോൾ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വണ്ടി വരുന്നത്. ബാക്കിൽ വരുമ്പോൾ അവരുടെ പേര് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്പറൊക്കെ എഴുതി എടുത്തോളൂ, വണ്ടി ബുക്ക് ചെയ്തോളൂ, സപ്പോർട്ട് ചെയ്ത് കൊടുത്തോളൂ. പിന്നെ നിങ്ങൾ പറയാം നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് ഈ ചെയ്യേണ്ടത് അടുത്ത റിവ്യൂ എന്നൊക്കെ. അപ്പോൾ ഞാൻ ചെയ്തു തരാം. പിന്നെ ചിലർ പറയാറുണ്ട് വലിയ വണ്ടികൾ മാത്രമല്ല ചെറുതും ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ചെറുത് ഏതാ വേണ്ടത് വെച്ചാൽ അതും കമൻറ്റ് ചെയ്തോ. നമ്മൾ ചെറുതും നമുക്ക് നോക്കാം. വലിയ വണ്ടി മാത്രമാണ് ഈ 6 വർഷം കൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിൽ വരികയാണെങ്കിൽ ഗഡി ബേസ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെയും കാണാൻ സാധിക്കും. കുറച്ച് കൂട്ടുകാരന്മാർ കൂടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ ആ ഒരു പേരും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണേ. ഇവിടെ വരുമ്പോൾ ഈ വേസ്റ്റ് ഇട്ടേക്കണ കണ്ടില്ലേ, ഈ പ്ലാസ്റ്റിക് മാലിന്യം ഇത് നമുക്ക് ഇതുപോലെയുള്ള ഗവൺമെൻറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ദയവ് ഇത് വെക്കുക. ഈ വേസ്റ്റൊക്കെ ഇട്ടിട്ട് നമ്മുടെ അത്രയും നല്ല പ്രകൃതി
അപ്പോൾ നമ്മൾ ഇത്രയും നല്ല പ്രകൃതിനെ നമ്മൾ നശിപ്പിക്കണം. വല്ലാത്ത കഷ്ടം തന്നെയാണ് ഇതുപോലെ ഇങ്ങനെ വേസ്റ്റൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ബാക്കിലത്തെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് തുറന്ന് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, ചെറിയ സ്പേസ് കാര്യങ്ങളുണ്ട്, വേണമെങ്കിൽ നമുക്ക് നോക്കാം, തുറന്ന് നോക്കാം. ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ ഒരു വണ്ടി ചെയ്യണത്. അപ്പോൾ ഏഷ്യറിൻ്റെ ഇതല്ല, ഇതിൻ്റെ ചെറിയ വണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട് 1 വർഷം മുന്നേ, 24 സീറ്റ് വണ്ടി. അപ്പോൾ ഇതാണ് ബാക്കിലത്തെ വിശേഷങ്ങൾ. ഒരു ലാഡർ പോകുന്നുണ്ട്, കോണി പോകുന്നുണ്ട്, മുകളിൽ 2 ടോപ്പ് ലൈറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ കട്ടൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പ്രീമിയം ലുക്കിലൊക്കെ നമുക്ക് പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അധികം ചിലവില്ലാതെ നല്ല എയർ ബസ്സിൽ AC ബസ്സിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടി എടുത്ത് പോകാട്ടോ. അപ്പോൾ നമ്മൾ അപ്പുറത്ത് പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും എടുത്ത് കാണിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. റോഡാണ്, അവിടെ ഒരു പേടിച്ച് നിൽക്കണം. ഇവിടെ ഒരു ലക്കുമില്ലാതെ ആൾക്കാർ വണ്ടി ഓടിച്ച് പോകണം നമ്മുടെ നാട്ടിലൊക്കെ. അതുകൊണ്ടാണ് ഇത്രയും ആക്സിഡൻസ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഈ സൈഡിൽ വരുമ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു പെയിൻറ്റിൻ്റെ സെറ്റപ്പ് കൊടുത്തിട്ടുള്ളത്. സ്റ്റിക്കറി വർക്കാണ് ഇത്. വണ്ടി വരുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു സ്റ്റിക്കർ തന്നെയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും ഇവർക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഹോളി ട്രിപ്പ് മേറ്റ്സ് എന്ന് പറഞ്ഞിട്ട്, ഹോളി ഫെല്ലോസ് ട്രിപ്പ് മേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എല്ലാം ഒന്നാണ്. ഫിക്സഡ് ഗ്ലാസിൻ്റെ ആ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ടയറിൻ്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അതാണ്. വീൽ കപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ 2 സ്പേസ് ഉണ്ട്. ഒന്ന് ബാറ്ററി ബോക്സ് ഉണ്ട്, സ്പെയർ വീല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സ്പേസ്. അല്ലെങ്കിൽ ഒരുപാട് സ്പേസ് ഒന്നും ഉണ്ടാവില്ല, ഒരു ചെറിയ വണ്ടിയല്ലേ. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. സ്കൈലൈൻ പ്രോ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഡോറിൻ്റെ പോർഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമ്മുടെ ഈ വണ്ടിയുടെ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറിയിട്ട് ബാക്കി എന്തൊക്കെയാ വെച്ചാൽ നമുക്ക് നോക്കാം. എന്തായാലും വണ്ടി ഒരു എന്താ പറയുക, വലിയ വണ്ടിയുടെ ലുക്കൊക്കെ തരുന്നുണ്ടല്ലോ, ഫീലൊക്കെ തരുന്നുണ്ട്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ കാഴ്ചകൾ. 32 സീറ്റുകളാണ് ഉള്ളത്. അപ്പോൾ എല്ലാ സീറ്റുകളും ടിപ്പിക്കലായിട്ടൊരു നീല കളറിൽ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എല്ലാ വണ്ടികൾക്കും അങ്ങനെയാണല്ലോ വരിക. സീറ്റ് കവറൊക്കെ അടിച്ചിട്ടുണ്ട്, നല്ല രസമായിരിക്കുന്നുണ്ട് കാണാനായിട്ട്. ഹോളി ഫെല്ലോസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ നെയിമോട് കൂടിയിട്ടുള്ള സീറ്റ് കവറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. എന്തായാലും നന്നായിരിക്കുന്നുണ്ട്. ബാക്കിൽ വരുമ്പോൾ 2, 3, 4, 5 സീറ്റാണ് കേട്ടോ വരുന്നത് ബാക്കിൽ വരുമ്പോൾ. പിന്നെ ഇത് ബ്ലൂ തീമും വൈറ്റ് തീമും ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ബ്ലൂ തീം ഇട്ട് നോക്കിയപ്പോൾ ഉള്ളിൽ ഭയങ്കര ഇരുട്ട് വരും. അപ്പോൾ അത് ഓഫ് ചെയ്തപ്പോൾ വൈറ്റ് തീമിൽ നമ്മളിത് ഇവിടെ വരുമ്പോൾ ബാക്കിലൊരു ബോക്സ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അത് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. പിന്നെ അത് മറ്റെന്താ പറയുക, ഭയങ്കര വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ സെറ്റായിട്ട് പോകുന്ന ആൾക്കാർക്ക്, അടിച്ച് പൊളിച്ച് പോകുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാകും. ലേസർ ലൈറ്റ് എന്നല്ല അതിന് പറയാം, ആ സംഭവമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ എമർജൻസി നമ്മൾ പുറത്തുനിന്ന് കണ്ടില്ല, ആ ഒരു ഏരിയയാണ് എമർജൻസി എക്സിറ്റിൻ്റെ ഭാഗമാണ് കേട്ടോ. പിന്നെ സീറ്റിൻ്റെ ഇത് പുഷ് ബാക്ക് സീറ്റുകളാണ് വരുന്നത്. എല്ലാം പുഷ് ബാക്കുകളാണ്. 32 പുഷ് ബാക്ക് സീറ്റുകൾ വരുന്നുണ്ട്. പിന്നെ എല്ലാ സീറ്റിൻ്റെ ഉണ്ട് അത്രയും നമുക്ക് കാലൊക്കെ വെക്കാനുള്ള അത്രയും സ്പേസ് വരുന്നുണ്ട് കേട്ടോ. സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്, അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഒരു മൊസൈക്കോട് കൂടിയിട്ടുള്ള ടൈപ്പ് നമ്മുടെ ട്രെയിനിലൊക്കെ കാണില്ലേ, അതുപോലത്തെ ഇതാണ് നമ്മുടെ ഈ അടിവശമൊക്കെ പ്ലാറ്റ്ഫോമൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ മറ്റു സംഭവമൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല നന്നായിരിക്കുന്നുണ്ട്. പിന്നെ എല്ലാ സീറ്റിൻ്റെ പുറകിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മുടെ ബോട്ടിൽ ഹോൾഡർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാർജും പോർട്ടൽസ് ഉണ്ട്. എല്ലാ സീറ്റിൻ്റെയും ഇടയിൽ ചാർജും പോർട്ടൽസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ തന്നെയാണ് നമുക്കെടുത്ത് പറയാനുള്ളത്. പിന്നെ കർട്ടൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വെൻ്റ്, AC വെൻറ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് വുഡൻ ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ 2 ലൈറ്റ്, പിന്നെ AC വെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ GPS-ൻ്റെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എല്ലാ പില്ലറിൻ്റെ മുകളിലും ഇതുപോലെ ഹാമർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഫിക്സഡ് ഗ്ലാസ് വണ്ടിയായ കാരണം തന്നെ ചിലപ്പോൾ വല്ല എന്തെങ്കിലും ആക്സിഡൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടാകുമ്പോൾ പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇപ്പോൾ ഇനി വരാൻ പോണ വണ്ടികളിൽ ഇതുപോലെ ഫയറിൻ്റെ യൂണിറ്റ് കൂടിയും വരും എന്നൊക്കെയാണ് പറഞ്ഞത്. നിയമം ആയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഫയറിൻ്റെ മറ്റേ പൈപ്പും കാര്യങ്ങളൊക്കെ ചില വണ്ടികളിലൊക്കെ ഉള്ളു. വോൾവോൻ്റെ വണ്ടികളിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഉള്ളിലത്തെ കാഴ്ചകൾ. മാറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. 32 സീറ്റുകളാണ് വരുന്നത്. ചെറിയ ട്രിപ്പുകളൊക്കെ പോകാനേ നല്ല സൗകര്യമായിട്ടുള്ള വണ്ടിയാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ എന്തായാലും ഇവിടെ ഒരു സ്റ്റെപ്പ് കൊണ്ട് കയറിയിട്ട് വേണം. ഈ സീറ്റ് കുറച്ച് കയറ്റത്തിലിരിക്കുന്നത്. ഈ സീറ്റുകൾ കുറച്ച് അടിയിലുമായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. മുകളിൽ വരുമ്പോൾ ഇതുപോലെ 2 ബെർത്ത് നമുക്ക് കാണാൻ സാധിക്കും, ലഗേജ് ബെർത്ത്. പിന്നെ ഇതുപോലെ എന്താ പറയുക സ്ട്രിപ്പ് ലൈറ്റ്, അതിപ്പോൾ കമ്പനി വരുമ്പോൾ ഉള്ളതാണ്. ഇങ്ങനത്തെ ഒരു ട്യൂബ് ലൈറ്റുകൾ 2 സൈഡിലും വന്നിട്ടുണ്ട്. ഈ ട്യൂബിൻ്റെ ഒരു സൈഡ് ബ്ലൂ ആണ് കേട്ടോ. ബ്ലൂവും കത്തും, നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് വേണ്ട ഉള്ളിലത്തെ കാഴ്ചകൾ. പുഷ് ബാക്ക് സീറ്റ്, അതുപോലെ ചാർജിങ് പോർട്ടൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ എല്ലാ വണ്ടിയിലും പറഞ്ഞ പോലെ ഇതിലും പറയാനുള്ളത്. AC-യുടെ ഫ്ലോറ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു റിവോൾവിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ
ഇവിടെ വരുമ്പോൾ ബർത്തിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ട് സംഭവങ്ങളൊക്കെ കാണാം. പിന്നെ അത്യാവശ്യം സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തൊരു വണ്ടിയാണ്. അത്യാവശ്യം ബോക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഇടുന്നുണ്ട്, ഇവിടെ ഇടുന്നുണ്ട്, അതുപോലെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ കത്തണ ടൈപ്പാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ നല്ല രസമൊക്കെ കത്തി നിൽക്കണതാണ്. ഒരു ബ്ലൂ കളറിൽ അതൊക്കെ കത്തി നിൽക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ. ഇനി നമുക്ക് വണ്ടിയുടെ ആ ഫ്രണ്ട് ഭാഗത്ത് ഒന്നുകൂടി പോവാം. അവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് എടുത്ത് പറയാനുള്ളത്. ഇവിടെ വരുമ്പോഴേ ഇവിടെ ഒരു TV കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗം കണ്ട ഇത് നമ്മുടെ എമർജൻസി ആയിട്ട് നമുക്ക് തുറക്കേണ്ട സിറ്റുവേഷനിൽ നമുക്ക് ഒരു എയർ പാസേജിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കണ്ട ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഈ ഇവിടെ മുകളിലാണ് TV വരുന്നത്. പിന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിൽ. ഇവിടെ ഇത് ഫുള്ളാക്കിയിട്ടില്ല, അതായത് ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുന്നതാണ്. സീറ്റ്, ഡ്രൈവറുടെ സീറ്റ് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. അത്രയ്ക്കൊക്കെയാണ് നമുക്കിപ്പോൾ എടുത്ത് ശരിക്കും പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് എന്താ ഇതിൽ വിട്ടിട്ടുണ്ടോ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇനി ഫ്രണ്ടിലേക്ക് പോവാം. ഇപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് എടുത്ത് പറയാനുള്ളത്. ഇവിടെ ഒരു ഹാമർ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏസിയുടെ വെൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇറങ്ങണ ഭാഗം കണ്ടില്ലേ, ഇതുപോലെയാണ് ഗ്രിപ്പോട് കൂടിയാണ് ഇറങ്ങണത്. പിന്നെ ഈ ഒരു ഭാഗം പറഞ്ഞാൽ ഇതുപോലെയാണ് സെറ്റപ്പ് വരുന്നത്. അത്രയും ഹൈറ്റിലാണ് ഇതിൻ്റെ ശരിക്കും ബോണറ്റിൻ്റെ മുകളിൽ ഇത് തയ്പ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെയും രണ്ടുപേർക്കൊക്കെ ഇരുന്ന് പോകാൻ പറ്റും, ഒരു വലിയ വണ്ടികളിലേക്ക് പോണ പോലെ തന്നെ. അപ്പോൾ ഏഷ്യൻ്റെ പ്രോവിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു മിറർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ എല്ലാ വണ്ടികളും ശരിക്കും മറ്റേ വലിയ വണ്ടികൾക്കൊക്കെ മറ്റേ ബ്ലൈൻഡ് സ്പോട്ട് മിറർ നിർബന്ധമാക്കണത്. താഴെ കൂടെ ആൾക്കാർ പോകുമ്പോൾ ശരിക്കും കാണില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിർബന്ധമാക്കിയിട്ട് തന്നെ വരണം എന്ന് തന്നെ ഞാനും പറയുള്ളൂ. പിന്നെ എല്ലാവരും ഡ്രൈവ് ചെയ്യുമ്പോൾ സേഫ്റ്റി ആയിട്ട് ഡ്രൈവ് ചെയ്യുക. ഒരുപാട് ആക്സിഡൻറ്റ്സ് നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. ഒരുപാട് വണ്ടികൾ കാണുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര വിഷമമാണ്. അപ്പോൾ എല്ലാവരും സേഫ്ലി ഡ്രൈവ് ചെയ്യുക, സീറ്റ് ബെൽറ്റ് ഇടുക, ട്രാഫിക് റൂൾസൊക്കെ പാലിക്കുക. ഓക്കെ. ഇവിടെ വരുമ്പോൾ നമ്മുടെ കൺസോളിൻ്റെ ഭാഗമാണ് കാണുന്നത്. ഈ കൺസോളിൻ്റെ ഈ ഏരിയയിൽ നോക്കുമ്പോൾ നമുക്ക് കുറേ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കത് അവിടെ കുറച്ച് കയറി നിന്നിട്ട് പറയാം, അതിലേക്ക് കിടക്കാം. ഈ ഏരിയയിൽ വരുമ്പോൾ ലൈറ്റിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും. പിന്നെ ഡോറിൻ്റെ സ്വിച്ച് ഓണും ഓഫും, പവർ ബട്ടണും, എക്കോ പ്ലസ് മോഡൊക്കെ ഉണ്ട് ഇതിന്. പവർ മോഡും എക്കോ മോഡിലൊക്കെ ഇട്ട് ശരിക്കും ഇതിൽ പറയുന്ന രീതിയിൽ കൂടിക്കുകയാണെങ്കിൽ നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും. പവർ എക്കോ പ്ലസ് എന്നൊക്കെ രീതിയിൽ. അപ്പോൾ വെയിലോ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് AC ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ ബാഡ്ജോട് കൂടി ACയുടെ ആ സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഫയറിൻ്റെ അലേർട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആ ഒരു സംഭവം. പിന്നെ ഇത് നമ്മുടെ CCTV ക്യാമറാസ് കൂടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഡിസ്പ്ലേ യൂണിറ്റ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇതാണ് ക്ലസ്റ്റർ വരുന്നത്, അനലോഗായിട്ടും ഡിജിറ്റലായിട്ടും ക്ലസ്റ്റർ വരുന്നുണ്ട്. പിന്നെ നമ്മൾ സ്ഥിരം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇതിൽ വലിയ മാറ്റമൊന്നുമില്ല. ഏഷ്യൻ വണ്ടികൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എല്ലാ സ്ഥിരം ക്ലസ്റ്ററൊക്കെ ഒരേപോലെ തന്നെ അനലോഗായിട്ടും ഡിജിറ്റലായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അവിടെ ബാറ്ററിയുടെ കട്ട് ഓഫ് സ്വിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹെഡ് ലാമ്പ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളൊക്കെയാണ് ടിപ്പിക്കലായിട്ട് ഏഷ്യൻ്റെ എന്താ പറയുക സ്റ്റിയറിംഗ് വീലിനാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഇത് പിന്നെ നമ്മുടെ നമ്മുടെ ഇതുണ്ടല്ലോ, ഗ്ലാസിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡിൻ്റെ അത് വാഷ് ചെയ്യണ വൈപ്പറിൻ്റെ ഫ്ലൂയിഡിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ലിവർ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുള്ളത്. സീറ്റ് പറയുമ്പോൾ ഇതുപോലത്തെ ഒരു സീറ്റ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അതിന് മുകളിൽ ഹോളി ഫെല്ലോ ട്രിപ്പ് മേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വരുന്നത് 6 ഗിയറാണ് ഇത് വരുന്നത്. ഇതിൻ്റെ പൊസിഷൻ വരുന്നത് ഇവിടെ ഫസ്റ്റും സെക്കൻഡ് തേർഡ് ഫോർത്ത് 5th 6th ഇങ്ങനെയാണ് ഇതിൻ്റെ പൊസിഷൻ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ. ജസ്റ്റ് ഒന്ന് വണ്ടി കൂടി ഓടിച്ച് നോക്കിയിട്ട് ഇത് കൺക്ലൂഡ് ചെയ്യാം. പിന്നെ ഇവിടെ 2 സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ബ്ലൈൻഡ്സ് ഉണ്ട് ചെറിയതായിട്ട്. ഇത് കുറച്ച് നമുക്ക് സൂര്യൻ്റെ ഇതൊക്കെ ഇത് കമ്പനി വരുമ്പോൾ ഉള്ളതാണ്, താഴ്ത്തി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരു മറ്റേ കയ്യെന്നൊക്കെ കുറച്ച് പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റുകൾ, എമർജൻസി ഞാൻ പറഞ്ഞില്ലേ ഒരു ഡോർ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ അത് നേരത്തെ അവിടെ നിന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ സെറ്റ് വർക്കിൻ്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്വിച്ചുകൾ, ഫാന്, പിന്നെ ഐസിയുടെ വെൻ്റ് ഇവിടെ പോയിട്ടുണ്ട്. സെറ്റ് വർക്ക് അത്യാവശ്യം നല്ല സെറ്റ് വർക്ക് തന്നെയാണ്. പൈനിയറിൻ്റെ സെറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ പ്രൊസസ്സർ യൂണിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തോന്നുന്നു. ഇതൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കത്തണതാണ് കേട്ടോ, നല്ല രസം അത് കത്തി നിൽക്കുന്നത് കാണാൻ. അതിൽ ഹോളി ഫെല്ലോസും കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജസ്റ്റ് ഇത് വണ്ടി ഇത് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ഒന്ന് കാട്ടിത്തരാം. ഓക്കെ.
like a river, but it goes so fast. All tied up like a captive. I'm used to. അപ്പോൾ നമുക്കത് നമ്മുടെ ഏഷ്യൻ പ്രോ ഓടിച്ച് നോക്കി നോക്കാം. വണ്ടിയിൽ കയറട്ടെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹൈപ്പ് ബട്ടൺ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുക. അപ്പോൾ ഹൈപ്പ് ചെയ്താലാണ് അത് കുറച്ച് പേർക്ക് എത്തുള്ളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാം നമ്മൾ ഫോളോ ചെയ്യുക, വണ്ടി മച്ചാൻ തന്നെയാണ്. അപ്പോൾ തന്നെ ഉടൻ തന്നെ മറ്റൊരു ഗംഭീര വീഡിയോ തരാം. അപ്പോൾ നമ്മുടെ ഇതിൽ മുഖം കാണിക്കേണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് വ്യക്തികളുണ്ട്, അതുകൊണ്ടാണ് അവരെ കാണിക്കാത്തത്. അപ്പോൾ ഹോളി ഫെല്ലോസിന് ഓട്ടങ്ങളൊക്കെ കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവർ പുതിയ പുതിയ വണ്ടികൾ എടുക്കുമ്പോൾ നമുക്ക് വന്നിട്ട് ചെയ്യാൻ പറ്റട്ടെ.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.